സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം, ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് റിവിഷനിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ നോൺ മെറ്റൽസിൻ്റെ ടോപ്പിക്കിലാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. സോ വിൽ ഗോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. കുറേ റിയാക്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇൻടു ഏതൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യണം? കോമ്പിനേഷൻ, ഡികമ്പോസിഷൻ, ഡബിൾ ഡികമ്പോസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പോൾ കുറേ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താണ് കോമ്പിനേഷൻ, എന്താണ് ഡീകമ്പോസിഷൻ, എന്താണ് ഡബിൾ ഡികമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് അറിയണം അല്ലേ? നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ പേരിൽ തന്നെ ക്ലിയർ ആണ്. 2 or more elements combine together to form a new compound. രണ്ട് കോമ്പൗണ്ട്സ്, അതായത് രണ്ട് എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ടിനെ അതായത് ന്യൂ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡികമ്പോസിഷൻ, അതായത് ഡീകമ്പോസ് ചെയ്യുക. ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് മോളിക്യൂൾ ഡീകമ്പോസ് ടു ഗിവ് 2 or more സിമ്പിൾ പ്രൊഡക്ട്സ്. അതായത് ഒരു വലിയ കോമ്പൗണ്ട് ബ്രേക്ക് ആയിട്ട് 2 അല്ലെങ്കിൽ 2 or more കോമ്പൗണ്ട്സിന് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ. അതിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ. അതെന്താ ഡബിൾ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമോ? ഒന്നുമില്ല. ഡബിൾ കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു റിയാക്ഷൻ എഴുതാം. Na2SO4 plus BaCl2 gives NaCl plus BaSO4. SO4 2 minus barium. ഓക്കെ, അപ്പോൾ ബേരിയം സൾഫേറ്റ് കിട്ടി. അപ്പോൾ ഇതെല്ലാം നോക്കുക. നമുക്കറിയാം കാറ്റയോണും ആനയോണും അപ്പം ഞാൻ ലാസ്റ്റ് റിവിഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാറ്റയോൺ എന്ന് പറയുന്നത് കാത്തോഡിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. കാത്തോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളാണ് പോസിറ്റീവ് അയോൺ. ആനയോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആനോഡ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, A+ കിട്ടണം. ആനോഡിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആനയോൺ നെഗറ്റീവ്. NaSO4 Na+ഉം SO4ഉം ഇതിൽ കാറ്റയോൺ എന്ന് പറയുന്നത് NAയും ആനയോൺ എന്ന് പറയുന്നത് SO4ഉം ആണ്. ബേരിയം ക്ലോറൈഡിൽ ബേരിയം ആണ് പ്ലസ്, Cl ആണ് മൈനസ്. ഞാൻ വാലൻസി എഴുതുന്നുള്ളവരെ പ്ലസ് ആൻഡ് മൈനസ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. Na+Cl- ബേരിയം പ്ലസ് SO4-. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇക്വേഷനിലെ പോസിറ്റീവും SO4ഉം അല്ലെ, കാറ്റയോണും ആനയോണും എന്തായി? ഇവിടുത്തെ SO4 അതായത് ഇവിടുത്തെ ആനയോണ് മാറിയിട്ട് ഇതിൻ്റെ ആനയോണിന് പകരം ഇതിൻ്റെ ആനയോണും വന്നിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടായത്. ദാറ്റ് ഇസ് ഇന്റർചേഞ്ചിങ് ഓഫ് അയോൺസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ, അതായത് റിയാക്റ്റൻസിലെ ആനയോൺസും അല്ലെങ്കിൽ കാറ്റയോൺസും ഇന്റർചേഞ്ച് ചെയ്യുന്ന റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്നും പറയുന്നത്. പിന്നെ നമുക്ക് ഏതാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് one element displaces other from the compound. അതായത് ഒരു എലിമെന്റ് വേറെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു എലിമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവിടെ കയറി, അതിന് തന്നെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് Mg plus H2SO4 gives MgSO4 plus H2. ഇത് നോക്കിക്കേ, എന്താണ്? മെഗ്നീഷ്യം H2SO4 H2നെ ഡിസ്പ്ലേസ് അതിനെ മാറ്റിയിട്ട് Mg അവിടെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്ത്. ഇതിനെയാണ് എന്ത് പറയുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റിയാക്ഷൻസ് നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞു നോക്കാം. അപ്പം നമ്മുടെ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് NaCl plus AgNO3 gives NaNO3
പ്ലസ് AgCl. ഒന്നും നോക്കാനില്ല. പ്രോഡക്റ്റ് റിയാക്റ്റന്റെ ആനയോൺ Cl ഇങ്ങോട്ടേക്കും വന്നു, ഇതിന്റെ ആനയോണ് ഇങ്ങോട്ടേക്കും വന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ഡബിൾ ഡീകമ്പോസിഷൻ. എന്താ നമ്മൾ പറഞ്ഞത്? ഡബിൾ ഡീകമ്പോസിഷനിൽ റിയാക്റ്റന്റിലെ കാറ്റയോണോ ആനയോണോ ആണെങ്കിൽ അവർ ഇന്റർചേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു റിയാക്ഷനാണ് എന്ത് നമ്മൾ പറഞ്ഞത്? ഡബിൾ ഡീകമ്പോസിഷൻ. സോ ഫസ്റ്റ് വൺ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡബിൾ ഡീകമ്പോസിഷൻ. അടുത്ത എന്താ നമ്മളിപ്പോ പറഞ്ഞ Mg പ്ലസ് H2SO4 gives MgSO4 പ്ലസ് H2. അവിടെ എന്താ നടക്കുന്നത്? മെഗ്നീഷ്യം ഹൈഡ്രോസൾഫ്യൂരിക് ആസിഡിലെ H2നെ ഡിസ്പ്ലേസ് ചെയ്യാണ്. സോ ദാറ്റ് റിയാക്ഷൻ ഇസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. തേർഡ് വൺ നോക്കൂ. H2 plus O2 gives H2 plus O2 gives H2O. അപ്പം ഇവിടെ എന്താ? രണ്ട് എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ടിനെ ഉണ്ടാക്കുകയാണ്. സോ ദാറ്റ് റിയാക്ഷൻ ഇസ് നോൺ ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അടുത്തത് എന്താ? 2HI gives H2 plus I2. ഹൈഡ്രോ അയോഡിക് ആസിഡ് എന്ന് പറഞ്ഞ ആള് അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനും അയഡിനും ഉണ്ടാവുകയാണ്. സോ ദാറ്റ് റിയാക്ഷൻ ഇസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അടുത്തത് നിങ്ങൾക്കറിയാം, കാൽഷ്യം കാർബണേറ്റ് ഗിവ് CaO. അതിലോ ക്യാപിറ്റൽ ലെറ്റർ ആണ്. CaO പ്ലസ് CO2. അതെന്താണ്? ഡീകമ്പോസ് ചെയ്യുക. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായി. സോ ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡീകമ്പോസിഷൻ. അടുത്തതോ സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിയാക്ഷൻ സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ് ഗീവ്സ് സോഡിയം ക്ലോറൈഡ് പ്ലസ് ബേരിയം സൾഫേറ്റ്. അവിടെ എന്താണ്? സൾഫേറ്റ് എന്നുള്ളത് ബേരിയത്തിന്റെ അടുത്തേക്കും ക്ലോറിൻ എന്നുള്ള ആള് സോഡിയത്തിന്റെ അടുത്തേക്കും വന്നപ്പോൾ അവിടെ എന്തായി? ഡബിൾ ഡീകമ്പോസിഷൻ. അവിടുത്തെ ആനയോൺസ് ഇന്റർചേഞ്ച് ചെയ്തു. ആ റിയാക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ. നെക്സ്റ്റ് എന്താ? സിങ്ക് പ്ലസ് HNO3 gives ZnNO3 പ്ലസ് H2. എന്താ അവിടെ ഉണ്ടായിരിക്കണേ? സിങ്ക് കയറി നൈട്രിക് ആസിഡിൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ കയറി ഇരിക്കുക. സോ ദാറ്റ് റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്തതോ 2Na plus Cl2 gives NaCl. രണ്ട് എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? അടുത്തത് zinc react with hydrochloric acid. Zinc react with hydrochloric acid to give zinc react with dilute hydrochloric acid to produce hydrogen gas. Write down the balanced equation taking place and which type of reaction is this. അപ്പോൾ നമുക്ക് എന്തറിയണം? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് അറിയണം അല്ലേ? സിങ്ക് എന്ന് പറഞ്ഞൊരു മെറ്റലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡുമാണ്. അപ്പം നമുക്കറിയാം മെറ്റലും ആസിഡും റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് സിങ്ക് ക്ലോറൈഡ്. ZnCl2 പ്ലസ് H2. ZnCl2. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൽ കുറച്ച് ഇതിൻ്റെയൊക്കെ കോമ്പൗണ്ട്സിൻ്റെ പേര് പഠിച്ചേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പം നോട്ടിൻ്റെ ബാക്കിൽ എഴുതിക്കോളൂ സിങ്ക് ക്ലോറൈഡ് ZnCl2. അപ്പം ഇത് ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് അല്ല. ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പം 2 ക്ലോറിൻ ഇവിടെ. അപ്പം ഇപ്പം എന്തായി? കറക്റ്റായോ? 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്നാ ചോദിച്ചോ? കോമ്പിനേഷൻ ആണോ? ഡിസ്പ്ലേസ്മെന്റ് ആണോ? ഡീകമ്പോസിഷൻ ആണോ? ഡിസ്പ്ലേസ്മെന്റ് ആണോ? അപ്പൊ നോക്കാം. സിങ്ക് ഇവിടെ കയറി നിൽക്കുകയാണ് അല്ലേ? എന്നിട്ട് ഹൈഡ്രജനെ പുറത്തേക്ക് വിട്ടു. അതെന്താ? ഡിസ്പ്ലേസ്. സോ ദിസ് റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സിമ്പിൾ ആണ്. അപ്പൊ ഈ ലെസണിൽ നിങ്ങൾക്ക് മനസ്സിലായാലും എന്ത് നിങ്ങൾ നന്നായി പഠിക്കണം. എന്താണ് കോമ്പിനേഷൻ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡീകമ്പോസിഷൻ, പിന്നെ എന്തായിരുന്നു കോമ്പിനേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തറവാക്കി പഠിച്ചാലേ ഉള്ളൂ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പറ്റും. സോ വിൽ ഗോ ദ തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which are the chemical used to prepare hydrogen in the lab? ഹൈഡ്രജനെ ലാബിൽ പ്രിപ്പയർ ചെയ്യാനുള്ള chemicals. Write down the chemical equation for the reaction taking place here. Hydrogen fills balloons, fly up in air. Why?
3 questions ഉണ്ട്. അപ്പം which are the chemical used in the preparation of hydrogen in the lab? നമ്മൾ പഠിച്ചിട്ടുണ്ട് zinc and hydrochloric acid react together to form zinc chloride and hydrogen gas. Next question, write down the chemical equation for the reaction. അതും നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടേ ഉള്ളൂ. Hydrogen filled balloons fly up in air. Why? എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂൺസ് നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഹൈഡ്രജൻ ഫിൽ ചെയ്ത ബലൂൺസ്. The density, very important ആണ്, the density of hydrogen is less than that of air. Density കുറവാന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യും. So density of hydrogen is less than that of air. That is why hydrogen filled balloons can fly up in air. അപ്പോൾ നമ്മൾ നമ്മുടെ third questionും കഴിഞ്ഞു. So the next question, when potassium permanganate is heated strongly, oxygen gas is liberated. അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത സമയത്ത് ഓക്സിജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്. നമ്മൾ കണ്ടതാണ് അതിൻ്റെ റിയാക്ഷനും ഇക്വേഷനും ഒക്കെ. സജസ്റ്റ് എ മെത്തേഡ് ടു ഐഡന്റിഫൈ ഓക്സിജൻ ഗ്യാസ്. സജസ്റ്റ് എ മെത്തേഡ് ടു ഐഡന്റിഫൈ ദ ഓക്സിജൻ ഗ്യാസ്. Second question, give any method to prepare oxygen. ഏതെങ്കിലും ഒരു മെത്തേഡ് ടു പ്രിപ്പയർ ഓക്സിജൻ, അതായത് ഇതല്ലാതെ വേറൊരു മെത്തേഡ്. ആൻഡ് റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് കാർബൺ ആൻഡ് സൾഫർ വിത്ത് ഓക്സിജൻ. എല്ലാം സിമ്പിളാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ആണോ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യുക? നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്നത്, ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്ത് പറ്റും? നമ്മൾ ഒരു ഗ്ലോയിങ് സ്പ്ലിൻറ്റർ, അത് ഞാൻ പറഞ്ഞ ഒരു ഗ്ലോയിങ് സ്പ്ലിൻറ്റർ നമ്മൾ ഈ റിയാക്ഷനിൽ വരുന്ന ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് ദി സ്പ്ലിൻറ്റർ ഫ്ലെയർസ് അപ്പ്, നല്ല ആളിക്കത്തും, നല്ല സ്പീഡിൽ കത്തും. ദാറ്റ് ഷോസ് ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് എനി അതർ മെത്തേഡ് ടു പ്രിപ്പയർ ഓക്സിജൻ. ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വെള്ളത്തിലൂടെ എന്ത് കറണ്ട് പാസ് ചെയ്താൽ ദ വാട്ടർ ഗെറ്റ് അയണൈസ്ഡ് ആൻഡ് ഇറ്റ് ഫോം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതും നമുക്കറിയുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ തന്നെ, ഗിവ് write down the chemical equation of the reaction of carbon and sulfur with oxygen. Oxygen ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 ആണ്. Carbon reacted with oxygen to produce carbon dioxide and sulfur reacted with oxygen to produce sulfur dioxide. Simple അല്ലേ? So we'll go to the next question. Next question എന്താണ്? How ozone is, or write the structural molecular formula of ozone and how ozone is formed. എങ്ങനെയാണ് ഓസോൺ ഉണ്ടാകുന്നത്? ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓസോണിൻ്റെ കാര്യങ്ങളൊക്കെ. സോ വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഓസോൺ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 ആണ്, ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്. Then how this ozone is formed? That is, oxygen absorb the UV radiation. ഓക്സിജൻ എന്ത് ചെയ്യും? UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇറ്റ് ഗെറ്റ് ഡീകമ്പോസ്ഡ് ഇൻ ടു ഓക്സിജൻ, ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റംസ് ഫോം ചെയ്യും. ആൻഡ് ദിസ് ഓക്സിജൻ ആറ്റം അഗെയിൻ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ മോളിക്യൂൾ ടു പ്രൊഡ്യൂസ് ഓസോൺ. സോ the atmospheric oxygen is decomposed. Atmosphere oxygen decompose by absorbing the UV radiation and it decomposes to form oxygen atoms, and this oxygen atom again combined with oxygen molecule to produce ozone. This is a reversible reaction, or we can write generally like O2 gives O3. Like oxygen molecule O3 ഉണ്ടാവും. അപ്പം നോക്കുക, ഇവിടെ എത്ര ഓക്സിജൻ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ രണ്ടാൾക്കും ഈക്വൽ ആയിട്ടുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവർക്ക് രണ്ടാളും കൂടെ കിട്ടാൻ പറ്റുന്ന ഒരു നമ്പർ. അപ്പം 2 2s are 4. ഞാൻ ഇവിടെ 2 കൊടുത്ത് 2 2s are 4. 3 ഒരിക്കലും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 4 ആക്കാൻ പറ്റില്ല. അടുത്തത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇവർക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ, അതായത് 6. അതായത് 3നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് 6. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് 6 കിട്ടും. സോ 3O2 gives 2O3. This is the general equation for the formation of ozone. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The next question, write the chemicals needed for the preparation of chlorine in the laboratory. Write the chemical equation for the reaction taking place. And during the preparation of chlorine gases pass through water and sulfuric acid. Why? Mention any 2 uses of chlorine. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ
ചോദിക്കണമെന്നൊന്നുമില്ല. ഇതിന്ന് 1-2 ആയിട്ട് ചോദിക്കുക. പക്ഷെ നമ്മളിതെല്ലാം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്തത്. സോ ദ റൈറ്റ് ദ കെമിക്കൽസ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ. ഏതൊക്കെ സാധനമായിരുന്നു? KMNO4ഉം ഹൈഡ്രോക്ലോറിക് ആസിഡും വെച്ചിട്ടാണ് നമ്മൾ ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് KMNO4 was taken in a round bottom flask, and to this concentrated HCl was added. Drippingly we are adding concentrated HCl. ഇത് നിങ്ങളുടെ നമ്മൾ അത് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. KMNO4 plus HCl gives KCl plus MnCl2 plus H2O plus Cl2 gas. എന്തൊക്കെയായിരുന്നു ഉണ്ടായത്? KMNO4 plus HCl gives KCl plus MnCl2 plus H2O plus Cl2. Balanced equation is 2 KMNO4 plus 16 HCl gives 2 KCl plus 2 MnCl2 plus 8 H2O plus 5 Cl2. അപ്പോൾ ബാലൻസിങ് അറ്റ്ലീസ്റ്റ് പഠിച്ച് വെക്കാം. അല്ലാതെ അപ്പം ഇത് കുറച്ചൊരു വലിയൊരു ബാലൻസിങ് ആണ്. അപ്പം സിമ്പിളാണ്. അപ്പം ഞാൻ പറഞ്ഞു ബാലൻസിങ് അറിയാത്തവരൊരു വീഡിയോ കാണാം. ബാലൻസിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസസ് പാസ് ത്രൂ വാട്ടർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. വൈ? ഇത് വേണമെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. വൈ ദ ക്ലോറിൻ ഗ്യാസ്? നമ്മൾ ഈ ക്ലോറിൻ ഗ്യാസിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ക്ലോറിൻ ഗ്യാസ് വരും, ഡയഗ്രാം കാണാം. ദെൻ ഇറ്റ് ഈസ് പാസ് ത്രൂ വാട്ടർ, ദെൻ ഇറ്റ് ഈസ് പാസ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്. എന്നിട്ടാണ് നമ്മൾ ജാറിലേക്ക് കളക്ട് ചെയ്യുന്നത്. എന്തിനായിരുന്നു ഇത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പാസ് ത്രൂ വാട്ടർ ബിക്കോസ് when KMNO4 react with hydrochloric acid, it produces chlorine gas. Along with the chlorine gas, hydrogen chloride gas, HCl gas may comes. നമുക്ക് ഒരിക്കലും ഇന്ന ഗ്യാസ് വരരുത് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗാഷ്യസ് ഫോമിൽ വരാം. സോ ഇൻ ഓർഡർ ടു എന്താണ് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൂടെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ? ഇറ്റ് വിൽ ഡിസോൾവ് ഇൻ ദ വാട്ടർ ആൻഡ് ദ ക്ലോറിൻ ഗ്യാസ് വിൽ പാസ് ത്രൂ ദി ക്ലോറിൻ ഗ്യാസ് മാത്രം പുറത്തേക്ക് വരും. ആൻഡ് ദെൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. അതെന്ത് ചെയ്യും? അതിലുള്ള എല്ലാ വാട്ടർ പാർട്ടിക്കിൾസിൻ്റെയും ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതായത് വെള്ളത്തിന് ഒഴിവാക്കിയിട്ട് നമുക്ക് ക്ലോറിൻ ഗ്യാസ് മാത്രം കിട്ടും. അതിനാണ് അതിനെ വെള്ളത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും. Next one, mention any 2 uses of chlorine. Chlorine എന്തൊക്കെ യൂസ് ഉണ്ട്? It is used for preparing bleaching powder, it is used for bleaching, it is used for making fertilizers. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? What is CFC? How does CFC causes ozone depletion? And how is ozone depletion harmful to living organism? ഇത് നമ്മൾ ഓസോൺ എടുക്കുമ്പോഴും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് CFC? CFC is ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് CFC എന്ന് പറയുന്നത്. ഹൗ ഡസ് ഇറ്റ് കോസ് CFC കോസ് ഓസോൺ ഡിപ്ലീഷൻ? CFC എന്ന് പറഞ്ഞത് നമ്മുടെ റെഫ്രിജറൻ്റ് ആയിട്ടും എയർ കണ്ടീഷണറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഈ CFC നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പം അത് സ്ട്രാറ്റോസ്ഫിയറിലെത്തും. നമുക്കറിയാം ഓസോൺ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉള്ളത്. ഓസോണിൽ അവിടെ എത്തിയിട്ട് ദിസ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ക്ലോറിൻ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? O3. ഈ ക്ലോറിൻ ഓസോണിന്റെ മുകളിൽ റിയാക്ട് ചെയ്തിട്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ ആക്കി മാറ്റും. ഈ ഓസോൺ ഒരു അംബ്രല പോലെ നമ്മുടെ ഫുഡിൽ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓസോൺ എന്തുണ്ടാക്കും? ഹോൾ ഉണ്ടാക്കും. അതായത് ഓസോണിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അത് ഓക്സിജൻ മോളിക്യൂളാക്കി മാറ്റുകയാണ്. സോ ദർബൈ ഇറ്റ് ഡിസ്റ്റർബ്സ് ദ ഇക്വിലിബ്രിയം ഓഫ് ദി ഓസോൺ മോളിക്യൂൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഇസ് ഓസോൺ ഡിപ്ലീഷൻ ഹാർംഫുൾ ടു ലിവിങ് ഓർഗാനിസം? നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രോബ്ലം. അതായത് ഓസോൺ ലെയർ പോകുന്നതിനനുസരിച്ച് കുറേ പ്രോബ്ലം ഉണ്ട്. Harmful ultraviolet radiation reaches on the Earth's surface. It retards the growth of plants. Plants in the growth retard ചെയ്യും. It creates problem to the leaves of the plants and thereby എന്ത് പറ്റും? It cannot produce food. Food produce ചെയ്തില്ലെങ്കിൽ അതിന് it cannot produce crops. അത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസും പ്രോബ്ലമാണ്. പിന്നെ ഹാർംഫുൾ റേഡിയേഷൻസ് എത്തുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ ടു ദ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ്, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം, കാറ്ററാക്ട്, നമുക്ക് ബ്ലൈൻഡ്നെസ്, കണ്ണിന് ഹൈ പവർ എനർജി റേഡിയേഷൻസ് വരും, മ്യൂട്ടേഷൻ ഉണ്ടാക്കാം, ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും.
അങ്ങനെ lot of problems are created by this ozone depletion. ഇതൊക്കെ നമ്മൾ നമ്മുടെ പോർഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ റീസൺസ് പഠിച്ചു വെക്കുക. ഇറ്റ് റിട്ടാർഡ്സ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, ഇറ്റ് ഡിക്രീസസ് ദ ക്രോപ്പ് yield, ഇറ്റ് കോസസ് സ്കിൻ പ്രോബ്ലംസ് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്, ഇറ്റ് കോസ് ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, അങ്ങനെ പല പ്രോബ്ലംസും ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകും. So the next question, hydrogen is a fuel with no environmental pollution. Which are the products formed when hydrogen burns in air? And write down the chemical equation of the combustion of hydrogen. Simple question, le. Which are the products formed when hydrogen burns in air? Hydrogen, oxygen. I mean, hydrogen burns in air എന്ന് പറഞ്ഞാൽ hydrogen oxygen പ്രസൻസിലാണ് ബേൺ ചെയ്യുന്നത്. H2 plus OH2 gives H2O. അപ്പം നമുക്കറിയാം 2 ഹൈഡ്രജൻ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദ പ്രൊഡക്ട്സ് ഫോം വെൻ ഹൈഡ്രജൻ ബേൺസ് ഇൻ എയർ? ഏത് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബേൺസ് ഇൻ എയർ? വാട്ടർ. Question. Next question, write down the chemical equation for the combustion of hydrogen. Combustion and burning in the presence of oxygen. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടൊന്ന് രണ്ടെണ്ണം വിധത്തിൽ ചോദിച്ചു. ഇനി ഇതെന്നെ ചോദിക്കാം. What are the product formed when during the combustion of hydrogen and write the chemical equation. അപ്പോൾ combustion of hydrogen എന്താണെന്ന് ചിന്തിക്കേണ്ട. Combustion and burning in the presence of oxygen. So hydrogen when burned in the presence of oxygen we will get water. കാര്യം മനസ്സിലായല്ലോ? The next question, why thunder and lightning are blessing to the plants? ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. Why thunder and lightning are blessing to the plants? നമുക്കറിയാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് അല്ലേ. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ആൻഡ് ദിസ് ട്രിപ്പിൾ ബോണ്ട് മേക്സ് ഇറ്റ്സ് നൈട്രജൻ, അതായത് ഇനാക്റ്റീവ് ആണ്, അതങ്ങനെ പെട്ടെന്ന് റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളാണ്. സോ ഡ്യൂറിങ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ദ നൈട്രജൻ മോളിക്യൂൾ ഡീകമ്പോസ്. So during lightning, that is thunder and lightning, this triple bonded nitrogen molecule get decomposed. That decompose that it will combine with oxygen. It will combine with oxygen to produce nitric oxide. And that produce it will produce nitric oxide. അതായത് നൈട്രജൻ എപ്പോഴും ഡയാറ്റോമിക് ആയിട്ടേ കാണത്തുള്ളൂ, ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. ബട്ട് ഡ്യൂറിങ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ദിസ് നൈട്രജൻ മോളിക്യൂൾ ഡീകമ്പോസ്, ബ്രേക്ക് ചെയ്തിട്ട്, ആൻഡ് ദിസ് നൈട്രജൻ ആറ്റം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, ടു പ്രൊഡ്യൂസ് നൈട്രിക് ഓക്സൈഡ്. ദിസ് നൈട്രിക് ഓക്സൈഡ് again combine with oxygen to produce nitrogen dioxide. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഡയോക്സൈഡ്. 2 to 4, yes. അപ്പം നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുകയാണ്. This nitrogen dioxide mixed with the rainwater in the presence of oxygen to produce nitric oxide. നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജന്റെ പ്രസൻസിൽ റെയിൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഉണ്ടാവണം. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നൈട്രിക് ആസിഡ്. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ combines with water in the presence of oxygen to produce nitric acid. ഈ ഉണ്ടായ നൈട്രജൻ ഡയോക്സൈഡ് റെയിൻ വാട്ടറുമായി മിക്സ് ചെയ്യും. ആരുടെ പ്രസൻസിൽ? ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഉണ്ടാവണം. റെയിൻ പെയ്യുന്ന സമയത്ത്, അതായത് വെൻ ഇറ്റ് ഇസ് റെയിനിങ്, ദിസ് നൈട്രിക് ആസിഡ് വിൽ റീച്ച് ദ സോയിൽ ആൻഡ് ബൈ ദ പ്ലാന്റ്സ് ഗെറ്റ് നൈട്രജൻ വിച്ച് ഇസ് വെരി നെസസറി ഫോർ ദിയർ ഗ്രോത്ത്. അപ്പം നൈട്രജൻ അവരുടെ ബോഡിയിലേക്ക് എത്താണ് പ്ലാന്റ്സിൻ്റെ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ? വൈ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആർ ബ്ലെസ്സിങ് ടു പ്ലാന്റ്സ്. കാര്യം മനസ്സിലായത്, അതായത് തണ്ടർ ലൈറ്റ്നിങ് വരുമ്പോൾ നൈട്രജൻ ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജൻ ആറ്റം ഉണ്ടാവും. ഈ നൈട്രജൻ ആറ്റം ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ NO ആണ്. ഈ NO വീണ്ടും ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൻ വാട്ടർ. എന്നിട്ട് അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് നൈട്രിക് ആസിഡ് വിൽ റീച്ച് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് thereby it reach the soil and thereby the plants get the nitric compound which is necessary for their growth. അപ്പോൾ ലൈറ്റ്നിങ് അവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, suggest any 2 methods by which soil gets nitrogen and write 2 uses of nitrogen. അതായത് any 2 methods by which the soils are getting nitrogen and any 2 uses of nitrogen. സോയിൽ എങ്ങനെയൊക്കെയാണ് നൈട്രജൻ കിട്ടുന്നത്? ഒന്ന് ബൈ തണ്ടർ ഓർ ലൈറ്റ്നിങ്,
or by decaying of plants and animals. Animalsum plantsum decay ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്, സോയിലിന് നൈട്രജൻ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സജസ്റ്റ് മെൻഷൻ എനി ടു യൂസസ് ഓഫ് നൈട്രജൻ. നൈട്രജൻ എന്തിനൊക്കെയാ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ, പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, ഫോർ ഫില്ലിങ് കാർ ടയേഴ്സ് കാർസിൻ്റെ ടയേഴ്സ് ഫില്ല് ചെയ്യാൻ നൈട്രോജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, കാർ ടയേഴ്സ് ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുണ്ട്. ദേ ആർ ഓൾസോ യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈട്രജൻ്റെ സം ഓഫ് ദ യൂസസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലീച്ചിങ് ആക്ടിവിറ്റി ഓഫ് ക്ലോറിൻ ഇസ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വൈ? ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഇസ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വൈ? അപ്പോൾ നമുക്ക് എന്താണ് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ? അതിന് മുന്നേ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ പറഞ്ഞു തന്നേക്കാം കേട്ടോ, ഇത് ചോദിക്കാം. അപ്പോൾ ആ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ അതും കൂടെ ആയിക്കോട്ടെ. അതായത് യു ആർ പ്രൊവൈഡഡ് വിത്ത് 2 ഗ്ലാസ് ജാർ. ഒരു ഗ്ലാസ് ജാറിൽ കുറേ കളേർഡ് പേപ്പേഴ്സും കളേർഡ് മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡ്രൈ ഗ്ലാസ് ജാറാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പേപ്പേഴ്സും പേപ്പേഴ്സും കളേർഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടുണ്ട്. അതിൽ കുറച്ച് മോയ്സ്ചർ, അതായത് വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു ജാറാണ്. അതിലാണ് നമ്മൾ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണും, ഫസ്റ്റ് ജാറിൽ നോ കളർ ചേഞ്ച്, സെക്കൻഡ് ജാറിൽ എല്ലാം ബ്ലീച്ച് ആയിട്ടുണ്ടാവും, കളേഴ്സ് ഒബ്ജക്ട്സ് ഒക്കെ ബ്ലീച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ? ക്ലോറിന് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി എപ്പോഴും കാണിക്കാൻ പറ്റുക ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ദാറ്റ് ഈസ് ക്ലോറിൻ in the presence of water, chlorine in the presence of water, it will produce. So chlorine react with water to produce hydrochloric acid and HOCl. ഈ HOCl ആണ് ഹൈപ്പോക്ലോറസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലോറസ് ആസിഡ്. ഇതിൻ്റെ പേരെന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ്. ദിസ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഇസ് എ വെരി അൺസ്റ്റേബിൾ, സോ ഇറ്റ് വിൽ റെഡിലി ഡീകമ്പോസ്. ഇതൊരു അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് HCl-ഉം നേസൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് അതായത് അറ്റോമിക് സ്റ്റേറ്റിലുള്ള ഓക്സിജൻ എപ്പോഴും ഓക്സിജൻ മോളിക്യൂൾ ആയിട്ടേ കാണാറുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഡീകമ്പോസിഷൻ നടന്ന ഓക്സിജൻ ആറ്റം ആയിട്ട് കാണും. ആൻഡ് ദിസ് നേസൻ്റ് ഓക്സിജൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലീച്ചിങ് ഓഫ് ക്ലോത്ത്സ്. ഈ ഓക്സിജൻ, ഈ നേസൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് എന്ത്, ഡ്രസ്സുകളും അല്ലെങ്കിൽ കളേർഡ് ഒബ്ജക്ട്സും ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ കളറ് ഫെയ്ഡ് ആക്കുന്നത്. സോ this oxygen is responsible for this reaction, and therefore bleaching of clothes or bleaching action is called as an oxidation reaction. കാരണം ഓക്സിജൻ ആണ് അവിടെ ബ്ലീച്ചിങ് ആക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഈ ഒരു റിയാക്ഷൻ പഠിച്ചിരിക്കണം. അതായത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് HOCl, ഹൈപ്പോക്ലോറസ് ആസിഡ്. ദിസ് ഹൈപ്പോക്ലോറസ് ആസിഡ് അൺസ്റ്റേബിൾ ആകുമ്പം അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും നേസൻ്റ് ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് നേസൻ്റ് ഓക്സിജൻ എന്താണ്, ദിസ് നേസൻ്റ് ഓക്സിജൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലീച്ചിങ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് color substances. That is why bleaching is known as the oxidation process. Bleaching action of chlorine is known as an oxidation process. കാര്യം മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂൽ? ഹൈഡ്രജൻ ഫ്യൂലിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഹൈഡ്രജൻ ഒരു നല്ല ഫ്യൂവലാണ് അല്ലേ. പിന്നെ അപ്പോൾ അത് എന്തായിരുന്നു, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ഇസ് എ ഫ്യൂൽ വിത്ത് ഹൈ കലോറിഫിക് വാല്യൂ. ഹൈഡ്രജൻ ഇസ് എ ഫ്യൂൽ വിത്ത് ഹൈ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈ കലോറിഫിക് എന്ന് കുറേ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഫ്യൂൽ ഇസ് ഹാവിങ് ഹൈ കലോറിഫിക് വാല്യൂ. ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ആണ് ആൻഡ് ഇറ്റ് കോസ് നോ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ. ഈ 3 റീസൺസും അതിന് മെയിൻ ആയിട്ടുണ്ട്. നോ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, ഈസിലി അവൈലബിൾ ആൻഡ് എന്തായിരുന്നു, ഇറ്റ് ഹാസ് ഹൈ കലോറിഫിക് വാല്യൂ. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it burns in air explosively. അതായത് എക്സ്പ്ലോസീവ് ആയിട്ട് അത് ബേൺ ചെയ്യും. ഹൈഡ്രജൻ ഇസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് എക്സ്പ്ലോസീവ്ലി ഇൻ എയർ. അങ്ങനെയായാൽ പറ്റുമോ, അത് എക്സ്പ്ലോഡ് ചെയ്തു, അതായത് പെട്ടെന്നൊക്കെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ അത് ബേൺ ചെയ്യും. സെക്കൻഡ് വൺ, ഇറ്റ്സ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതിൻ്റെ സ്റ്റോറേജും അതുപോലെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെ ആയതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി. So that is why hydrogen is not used as a
ഫ്യൂൽ. അതാണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരുവിധം ഏരിയകളൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീകമ്പോസിഷൻ പറഞ്ഞു, ക്ലോറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ നൈട്രജൻ്റെ നമ്മൾ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും 1 to 2 യൂസസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക. ഓസോൺ ലെയർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓസോൺ ഡിപ്ലീഷൻ, CFC ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓക്സിജൻ്റെ കാര്യത്തിലാണ് പറഞ്ഞു. പിന്നെ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, പിന്നെ എല്ലാ റിയാക്ഷൻസും നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ്, കോമ്പിനേഷന്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നുകൂടെ കാണുക, പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട്. സോ ഓക്കെ, താങ്ക് യു.